ഈ പരിശോധനയ്ക്കുള്ള തടസ്സം ഈ നദിയിലെ കുത്തൊഴുക്കാണ്. ആ ഒഴുക്കിന് ശമനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സ് സംഘത്തിന്, നേവിയുടെ സംഘത്തിനൊക്കെ തന്നെ ആഴങ്ങളിലേക്കുള്ള പരിശോധന അസാധ്യമാണ്. വെള്ളത്തിലെ ഒഴുക്കിനൊപ്പം തന്നെ ഈ കലങ്ങി മറിഞ്ഞുള്ള കാഴ്ച പരിമിതിക്ക് തക്ക രീതിയിലുള്ള ഈ വെള്ളത്തിൻ്റെ ആ ഒരു നിറവും ഒക്കെ തന്നെ ഈ തിരച്ചിലിനെ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുമായി ഇന്ന് ഈ ദിവസം അണിനിരന്നിട്ടുണ്ട്. സേനാവിഭാഗങ്ങൾ പ്രത്യേക ഡ്രോൺ വഴിയുള്ള പരിശോധന നടത്തുന്നുണ്ട്. ആ ഡ്രോണിലുള്ള സിഗ്നലുകളൊക്കെ ലഭ്യമായിട്ടുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ MLA സതീഷ് കൃഷ്ണ വന്ന് നമ്മോട് പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സമയങ്ങളിൽ നമ്മൾ അതാണ് കണ്ടത്. നാവികസേന ആസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നേരത്തെ കൊച്ചിയിൽ നിന്നും നമ്മൾ ലഭ്യമാക്കി. ഒഴുക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. 10ാം നാൾ ഉച്ച കഴിഞ്ഞു. ഇനി ഇരുൾ വീഴാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ദൗത്യം സാധാരണ രാത്രിയിൽ നിർത്തിവെക്കാറാണ് പതിവ്. പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നിപ്പോൾ മഴയില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ മഴയില്ല എന്ന് പറയുമ്പോഴും വെള്ളത്തിൻ്റെ ശാന്തത വന്നിട്ടില്ല. ഗംഗാവലിപ്പുഴ അങ്ങനെ കുത്തൊഴുക്കിനാൽ പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും? 2 തവണ കൂടി ഈ മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങി നോക്കും എന്നുള്ള ഒരു വിവരം, സുപ്രധാന വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള കുത്തൊഴുക്ക്, അടിയൊഴുക്ക് പുഴയിൽ ഇപ്പോഴും തുടരുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഏതായാലും അതിനെ മറികടന്ന് വേണം ഇപ്പോൾ ഇനി ഈ രക്ഷാ ദൗത്യം മുന്നോട്ട് പോകുന്നതിന്. ഏതായാലും ഈ അടിയൊഴുക്ക് എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ലോറി പല ഭാഗങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതായത് ആർമിയുടെ ഭാഗത്ത് തന്നെ അത്തരത്തിലുള്ള ചില സ്ഥിരീകരണങ്ങൾ വരുന്നു. 3 സിഗ്നലുകൾ താഴെ നിന്ന് ലഭിച്ചു എന്ന് ആർമിയുടെ ഔദ്യോഗിക വിശദീകരണം തന്നെ വന്നിട്ടുണ്ട്. ഏതായാലും ആ ലോറി പല ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും തടിക്കഷ്ണങ്ങൾ, ഈ ട്രക്കിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ഏതാണ്ട് 8 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എഞ്ചിനും അതുപോലെ തന്നെ ചേസും അത് 2ആയി മാറിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. നിലവിൽ നേരത്തെ ഈ ഡ്രോൺ അധിഷ്ഠിത പരിശോധന നടത്തുന്ന സംഘത്തിലെ 2 പേർ താഴെ ലോറിക്കരികിലേക്ക് എത്തിയിരുന്നു. ഏതായാലും അവർക്ക് ഈ ലോറിയുടെ ക്യാബിനിലേക്ക് എത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് പ്രധാന പ്രശ്നം സൃഷ്ടിച്ചത് ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഏതായാലും അവർക്ക് ക്യാബിൻ കണ്ടെത്താനായില്ല. ഈ ക്യാബിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ക്യാബിനുള്ളിലാണ് അർജുൻ ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്താനുള്ള പരിശോധന ഇനി അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഈ ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് ഈ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഈ താഴേക്ക് പോകുന്തോറും വിസിബിലിറ്റി വളരെ കുറവാണ്. വലിയ ഈ മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് പോകുന്തോറും കാഴ്ച ലഭിക്കാത്ത അല്ലെങ്കിൽ ദൃശ്യങ്ങൾ മുന്നോട്ടുള്ള കാഴ്ച ലഭിക്കാത്ത ഒരു സ്ഥിതിയൊക്കെയുണ്ട്. ഇതെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും 5 മണിയോടെ ജില്ലാ കളക്ടറുടെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അവിടെ പരിശോധനകൾ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പൂർണ്ണമായും മറ്റ് പുറമേ നിന്നുള്ള എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടികളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതായത് സിഗ്നൽ അധിഷ്ഠിതമായിട്ടുള്ള പരിശോധനകൾ, പൂർണ്ണമായും യന്ത്രസഹായത്തോടെയുള്ള പരിശോധനകളാണ് അവിടെ ഇന്ന് മുഴുവൻ നടന്നത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് ഏതെങ്കിലും തരത്തിൽ മറ്റ് സിഗ്നലുകൾ വന്നാൽ അത് ഈ പരിശോധനകൾക്ക് തടസ്സം സൃഷ്ടിക്കും. അതിനാൽ തന്നെയാണ് ആളുകളെല്ലാം അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന ഇന്ന് സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയത്. അതിൽ നിന്നുള്ള ചില ലീഡുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതായാലും ഈ 3 ഭാഗങ്ങളായി ലോറി പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സൂചനകൾ കൂടി ഈ നിമിഷത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ കൊച്ചിയിൽ നിന്നൊക്കെ നാവികസേനയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഉൾപ്പെടെ വിശദീകരണം ഉൾപ്പെടെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏതായാലും നിലവിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാലാവസ്ഥയല്ല, നദിയിലെ കുത്തൊഴുക്കാണ്. ഏതായാലും അതിനെ ഇങ്ങനെ മറികടന്ന് മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് എത്താനാകും എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ എത്താനാവും എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. നേരത്തെ ഈ
ഇന്ദ്രപാലൻ മേജർ ജനറൽ ഇന്ദ്രപാൽ മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ സംഘത്തിലെ 2 പേരാണ് ഇതിനെ ഭേദിച്ചുകൊണ്ട് താഴേക്ക് എത്തിയത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് അവരുടെ സംഘത്തിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിലും താഴേക്ക്, അതായത് ക്യാബിൻ ഭാഗത്തേക്ക് പോകാൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. അതിന് പ്രധാന കാരണമായി പറയുന്നത് ഈ പ്രദേശത്തെ കുത്തൊഴുക്ക് തന്നെയാണ്. അതിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. ഏതായാലും വരും മണിക്കൂറുകളിൽ അതിനൊക്കെ ഉത്തരം കിട്ടും. 5 മണിയോട് കൂടി തന്നെ കളക്ടറുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.